ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കരുത്തി ക്ലിക്കൂടിന്റെ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മളെ ലളിത സുനന്ദയുടെ അടുത്ത് നിനക്ക് എന്തായാലും നല്ലൊരു ജീവിതം കിട്ടിയല്ലോ, നീ അതും വെച്ച് അവിടെ ഇരുന്നു, അല്ലാതെ ഭാരിച്ച കാര്യങ്ങളൊന്നും എടുത്ത് തലയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, സുഭാഷ് ചേട്ടന്റെ കാര്യത്തിൽ ഇനി നീ ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ലളിത സുനന്ദയുടെ അടുത്ത് ചൂടാവുന്നുണ്ട് കേട്ടോ. കൂടെ മാമനും കൂടെ ഉണ്ട്. ആ സമയത്താണ് അശ്വിൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ടും ഇവളിപ്പോഴും സുഭാഷ് ചേട്ടന്റെ വീട്ടിൽ പോകുന്നുണ്ടെന്നും അതുപോലെ തന്നെ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടെന്നും നമ്മളെ അശ്വിൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവളുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സുനന്ദയുടെ അമ്മയും അതുപോലെ തന്നെ മാമനൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും നമ്മളെ സുനന്ദ പറയുന്നത്, നിങ്ങളുടെ പോലെ എല്ലാവർക്കും കൊനിഷ്ഠ സ്വഭാവം ഒന്നും ആയിരിക്കില്ല, അവർക്ക് എന്തായാലും നല്ല ബോധ്യമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും കറക്റ്റ് സമയത്താണ് നമ്മളെ അശ്വിൻ അങ്ങോട്ട് വരുന്നുണ്ട്. അശ്വിന്റെ കാറ് കണ്ടതും മാമൻ പറയുന്നുണ്ട്, മതി നിർത്തിയേക്ക്, അവൻ കേൾക്കും വല്ലതും, എന്തായാലും ചായ ഇട്ട് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് സുനന്ദയോട് ചൂടാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുനന്ദ ചായ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ലിക്വിഡിലാണെങ്കിൽ എല്ലാവരും ഒരു വഴക്ക് കഴിഞ്ഞതിന്റെ ഒരു ക്ഷീണത്തിലാണ്. പോലീസുകാരൊക്കെ അന്നേരം പോയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ പേരിൽ എല്ലാവരും ഒരു ചായ ഒക്കെ ഇട്ട് കുടിക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ എല്ലാവർക്കും ചായ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും അത് കുടിക്കുന്നുണ്ട്. ആ സമയത്താണ് സുഭാഷ് ചേട്ടൻ നമ്മളെ നിധിയുടെ അടുത്ത് പറയുന്നുണ്ട്, മോളിനി ഒരിക്കലും ഒറ്റയ്ക്ക് പോകരുത്, ജോലിക്ക് പോവുകയാണെങ്കിൽ ഒരാൾ കൂടെ വേണം, പിന്നെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും മോളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി ഒരിക്കലും ഒറ്റയ്ക്ക് പോകുന്നത് സേഫ് അല്ല, മാത്രമല്ല അവരുടെ സ്വഭാവം ഒന്നും ഇതുകൊണ്ട് മാറാൻ പോകുന്നില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉപദേശം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിധിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ട്, ആളൊന്നും മിണ്ടുന്നില്ല. പക്ഷേ നമ്മളെ സുധീഷിന് ഇതത്ര ഇഷ്ടപ്പെട്ടില്ല. ഇനി നമ്മളെ നിധിയുടെ മുന്നിൽ ഒന്ന് ആളാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണോ എന്തോ, ഇനി ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണോ എന്ന് അറിയില്ല. അവൻ പറയുന്നത്, അത് നല്ല തീരുമാനമല്ല സുഭാഷ് ഏട്ടാ, അവരെ പേടിച്ചിട്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നതും അവളുടെ കൂടെ രണ്ടാളുകൾ ഇങ്ങനെ ബോഡി ഗാർഡായിട്ട് പോകുന്നതൊന്നും ശരിയല്ല, അവൾക്ക് എന്തായാലും തനിയെ പോകുന്നതല്ലേ ഇഷ്ടം, അതുകൊണ്ട് തന്നെ നിധി പഴയതുപോലെ തന്നെ തനിച്ചു പോയിട്ട് വരട്ടെ, അവളുടെ ഇഷ്ടങ്ങൾക്കൊന്നും നമ്മൾ എതിര് നിൽക്കണ്ട, പിന്നെ അവരെ പേടിച്ച് നിന്നെന്ന് അവരും വിചാരിക്കില്ല, അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മളെ സുധീഷ് ഇങ്ങനെ പറയുമ്പോൾ നിധിക്ക് ഭയങ്കര പ്രൗഡ് തോന്നും കേട്ടോ സുധീഷിന്റെ അടുത്ത്. സുധീഷ് ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, തന്റെ ആഗ്രഹങ്ങൾക്കൊക്കെ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നീട് നമ്മളെ ഹരീഷിനാണെങ്കിലും നികേഷിനാണെങ്കിലും സുധീഷ് പറഞ്ഞത് ശരിയാണ് സുഭാഷ് ഏട്ടൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും സുഭാഷ് ഏട്ടന് ഉള്ളിലൊരു ഭയമുണ്ട്, പക്ഷെ സുധീഷ് കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ നീതുവിന്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും നീതിനെ പഴിക്കുന്നുണ്ട്. എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് അച്ഛനെയും അമ്മയെയും ചേട്ടനെയും അപമാനിച്ചു, അവരുടെ ഭാഗത്ത് നിന്നു, ഇത്രയും കാലം നോക്കി വളർത്തിയത് വെറുതെ ആയി പോയി എന്നൊക്കെ അമ്മ പറഞ്ഞ് കരയുന്നുണ്ട്. അവൾക്ക് കോളേജിൽ വിടണം എന്ന് പറഞ്ഞ് കോളേജിൽ വിട്ടു, മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു, എന്ത് വേണമെങ്കിലും സാധിച്ചു കൊടുത്തിട്ടും നമ്മളെ ഇപ്പോൾ ഒറ്റി കൊടുത്തില്ലേ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മളെ നാണം കെടുത്തിയില്ലേ, ഒരുപാട് പെണ്ണുങ്ങളുള്ള ഒരാളുടെ മകനായിട്ടുള്ള മെക്കാനിക്കിനെയാണല്ലോ അവൾക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ചൂടാവുന്നുണ്ട്. അവളെ അടിക്കുന്നുണ്ട് കേട്ടോ. ചേട്ടനാണെങ്കിൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ തലങ്ങും വിലങ്ങും നമ്മളെ നീതുവിന് ഇങ്ങനെ അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ ഇതുകൊണ്ടൊന്നും നമ്മളെ നീതു അടങ്ങി നിൽക്കാൻ പോകുന്നില്ല. അവൾക്ക് എന്തായാലും ഹരീഷിന്റെ അടുത്തുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. അതൊരിക്കലും അവരുടെ വീട്ടുകാരോ ഇവരുടെ വീട്ടുകാരോ പറഞ്ഞെന്ന് വെച്ച് അത് ഇല്ലാതാവാനൊന്നും പോകുന്നില്ല. അങ്ങനെ രാത്രി ഹരീഷും സുധീഷും ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ഹാളില്. ഹരീഷ് ആണെങ്കിൽ മനസ്സിൽ നീതുവിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നീതു വന്നിട്ട് നമ്മൾ ഹരീഷിന് വേണ്ടിയിട്ട് സംസാരിച്ച കാര്യങ്ങൾ, അതായത് എനിക്ക് ഹരീഷിനെ ഭയങ്കര ഇഷ്ടമാണ്, അത് വീട്ടുകാർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. ആ ഒരു രംഗം ആലോചിച്ച് സന്തോഷപ്പെടുന്നുണ്ട്. കാരണം തനിക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെ മുന്നിലും വാദിച്ച് നിൽക്കാൻ വേണ്ടി നീതുവിന് കഴിഞ്ഞല്ലോ എന്ന് ആലോചിച്ച് ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സുധീഷ് ആണെങ്കിൽ മനസ്സിൽ കാണുന്നുണ്ട് കേട്ടോ. പോലീസുകാർ വന്ന സമയത്ത് നമ്മളെ സുധീഷിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് നിധി സംസാരിക്കുന്ന കാര്യങ്ങളും ആലോചിക്കുമ്പോൾ സുധീഷിനും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് അവള് സുധീഷിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള സന്തോഷം കേട്ടോ. അങ്ങനെ രണ്ടുപേരും ആലോചിച്ച് സന്തോഷപ്പെട്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഹരീഷ് ഇങ്ങനെ ചിരിക്കുന്നത് കേട്ടോ. അന്നേരം നമ്മളെ സുധീഷ് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താടാ എന്നെ കണ്ടപ്പോൾ ചിരി വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നുമല്ല, ഞാൻ നീതുവിന്റെ കാര്യം ആലോചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് നീതുവിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. നീതു ഇന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് വേണ്ടി സംസാരിച്ചില്ലേ, അവൾ എന്തായാലും സ്ട്രോങ് ക്യാരക്ടറാണ്, എനിക്കത് ഇഷ്ടമായി. സുധീഷേട്ടൻ പറയും എന്താ അവളുടെ ക്യാരക്ടർ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ സുധീഷേട്ടൻ പറയുന്നുണ്ട് കേട്ടോ, അവൾ അടിപൊളിയാണ്, എന്തായാലും കുറച്ച് ധൈര്യം വേണം അങ്ങനെയൊക്കെ നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അടിപൊളിയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഹരീഷിനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും പ്രേമത്തിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അന്നേരം നമ്മളെ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ, നീ ഇത്രയും കാലം സ്പാൻഡറിനെ കുറിച്ച് മാത്രം സംസാരിച്ചിരുന്ന നീ ഇപ്പോൾ പ്രേമത്തെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങിയല്ലോ, നീ എന്തായാലും ഒരുപാട് മാറിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പ്രേമത്തെ കുറിച്ച് നമ്മളെ സുധീഷ് ഒരുപാട് സാഹിത്യമൊക്കെ വിളമ്പുമ്പോൾ നമ്മളെ ഹരീഷ് ആണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ, എനിക്കിതൊന്നും ദഹിക്കില്ല, ഇതൊന്നും ശരിയാവില്ല, അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. ആളെന്തായാലും ഇപ്പോൾ
പ്രേമത്തിൽ കുറച്ച് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. എനിക്കെന്തോ ഇന്ന് നമ്മളെ നീതു എല്ലാവരുടെ മുന്നിലും അവളുടെ വീട്ടുകാരെ തള്ളി പറഞ്ഞപ്പോൾ, എനിക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ അവളുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവൾ ഭയങ്കര സ്ട്രോങ് ആണ്. എല്ലാവർക്കും ഒന്നും അങ്ങനെ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ എനിക്ക് അവളോട് ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള ഇഷ്ടം വന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി മുതൽ ഞാൻ അവൾക്ക് വേണ്ടി എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുധീഷിനെ ഉമ്മ വെക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണെങ്കിൽ സുധീഷ് ആ ഉമ്മ വെച്ചപ്പോൾ, ഓ എനിക്ക് ആദ്യമായിട്ട് കിട്ടേണ്ട ഉമ്മയുടെ ത്രില്ല് നീ അങ്ങ് പോക്കി എന്ന് പറയുന്നുണ്ട്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പ്രേമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നമ്മളെ സുധീഷാണെങ്കിൽ നമ്മളെ നിധിയെ മനസ്സിൽ വിചാരിച്ചിട്ട് ഓരോന്ന് വർണ്ണിക്കുന്നുണ്ട് കേട്ടോ. അവർ ചിരിക്കുമ്പോൾ അങ്ങനെയായിരിക്കും, കണ്ണുകൾ തുറക്കുമ്പോൾ അങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് വർണ്ണിക്കുന്നുണ്ട്. നമ്മളെ നിധിയാണ് മനസ്സിൽ കാണുന്നത് കേട്ടോ. പിന്നെ അവൻ പറയുന്നുണ്ട്, പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരെ കാമുകിമാര് അവരുടെ കണ്ണുകളിലാണ് സൗന്ദര്യം ഉള്ളത്. അപ്പൊ അവരുടെ കാമുകന്മാർക്ക് അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യവതി എന്നൊക്കെ തോന്നും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പ്രണയത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സുധീഷ്. ഹരീഷും ഇപ്പോൾ ഏകദേശമൊക്കെ അതിലേക്ക് ലയിച്ച് ചേരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ സുധീഷ് ചോദിക്കുന്നത്, നീ ഇന്ന് നീതുവിനെ വിളിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ മുൻപ് നമ്മളെ സുധീഷിന്റെ അടുത്ത് നമ്മളെ ഹരീഷ് പറയുന്നുണ്ട്, നീ കുറച്ചും കൂടി കഴിഞ്ഞ് എൻ്റെ ട്രെയിനിങ്ങും കൂടി കിട്ടിയ നീ ഓക്കെ ആവും എന്ന് പറയുമ്പോൾ സുധീഷിനെ ഒന്ന് ചെറുതായിട്ട് നമ്മളെ ഹരീഷ് കളിയാക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രണയം പോലും സെറ്റപ്പ് ആക്കാൻ പറ്റാത്ത നിങ്ങളിൽ നിന്നാണോ ഞാൻ ട്രെയിനിങ് വാങ്ങിക്കേണ്ടതെന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു. അന്നേരമാണ് സുധീഷ്, നീ ഇന്ന് അവളെ വിളിച്ചോ, നല്ല കാമുകനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് ഇത്രയും പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് നീ അത് അന്വേഷിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, അവളുടെ കയ്യിൽ ഫോണൊന്നും ഇല്ലാതെ ഞാൻ വിളിക്കാതിരുന്നത്, എന്നാലും ഇനിയിപ്പോൾ എങ്ങനെയാ അറിയാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ഹരീഷിന് നീതുവിനെ കാണാൻ തോന്നി. നീ ഒന്ന് വരുമോ, നമുക്ക് അവിടെ വരെ പോയാലോ, പെട്ടെന്ന് പോയി വരാമെന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നമുക്ക് സുഭാഷ് ചേട്ടനോട് പറഞ്ഞിട്ട് പോവാന്ന് പറയുമ്പോൾ, അതൊന്നും വേണ്ട, നമുക്ക് എന്തായാലും വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും റെഡി ആവുന്നുണ്ട്. ആ സമയത്തായിരിക്കും നീതു അവളുടെ അച്ഛന്റെ ഫോൺ കട്ടെടുത്തിട്ട് ഹരീഷിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഹരീഷ് ആണെങ്കിൽ ഒരു നമ്പർ ആവും കാണുന്നത്. എന്തായാലും കോൾ എടുക്കുന്നുണ്ട് സുധീഷ് പറയുമ്പോൾ. അങ്ങനെ കോൾ എടുത്ത് സംസാരിക്കുമ്പോൾ നീതു ആയിരിക്കും, ഞാൻ അച്ഛന്റെ ഫോൺ കട്ടെടുത്തിട്ടാണ് വിളിക്കുന്നത്, എന്തായാലും നീ എന്നെ കുറിച്ച് ആലോചിച്ചിരിക്കാവോ എന്ന് വിചാരിച്ച് വിളിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിനക്ക് അവിടെ ഓക്കെ അല്ലേ, നിനക്ക് ഒരുപാട് അടി കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഹരീഷ് ഇപ്പോൾ ആൾ ഭയങ്കര കെയറിങ്ങിലാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒരുപാട് തല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ ഒന്നും തിരിച്ചു പറയുന്നില്ല, തല്ലിന്റെ എണ്ണം കുറയ്ക്കാന്ന് വിചാരിച്ചു. എന്തായാലും ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല, ടെൻഷൻ ആവണ്ട, ഹരീഷ് കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി പോവേണ്ട ആവശ്യമില്ലല്ലോ അവിടെ വരെ എന്ന് വിചാരിച്ചിട്ട് അവർ പോകുന്നില്ല. എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് നമ്മളെ സുധീഷ് ഹരീഷിന്റെ പിന്നാലെ ഓടുന്നുണ്ട് അടിക്കാൻ വേണ്ടിയിട്ട്. തമാശയ്ക്കാണ് ചെയ്യുന്നത്. ഈ ഒരു ബഹളം കേട്ടിട്ട് അവിടേക്ക് സുഭാഷ് ചേട്ടനും നികേഷും വരുന്നുണ്ട് കേട്ടോ. എന്താന്ന് ചോദിക്കുമ്പോൾ, ഹരീഷ് എനിക്കൊരു ഉമ്മ തന്നിരുന്നു, അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓടിയതെന്ന് പറയുന്നുണ്ട്. രണ്ടുപേർക്കും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ നികേഷിനോട് പഠിപ്പൊക്കെ നിർത്തിയിട്ട് ഇനി കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരുടെ മുന്നിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഹരീഷും സുധീഷും കൂർക്കം വലിച്ചൊക്കെ അഭിനയിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങി. ആ സമയത്തും നമ്മളെ സുഭാഷ് ചേട്ടൻ ഉറങ്ങിയിട്ടില്ല. മനസ്സിൽ നമ്മളെ നിധിക്ക് നീതുവിന്റെ ചേട്ടനിൽ നിന്ന് ഉണ്ടായ അപമാനം ആലോചിച്ചിട്ട് വിഷമവും അതുപോലെ തന്നെ ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ നികേഷിനെയും അതുപോലെ തന്നെ ഹരീഷ് വിളിച്ചുണർത്തുന്നുണ്ട്. എന്നിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവരാണെങ്കിൽ ഭയങ്കര ഉറക്കത്തിലായിരിക്കും. എന്തായാലും സുഭാഷ് ചേട്ടൻ പറയുന്ന കാര്യം കേൾക്കാന്ന് വിചാരിച്ച് കേൾക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നിധിയോട് അന്ന് അവൻ അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു, അത് ശരിയായില്ല, നമുക്ക് വേണ്ടി നിധി ഒരുപാട് ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അന്നേരം നമ്മളെ ഹരീഷ് ആണെങ്കിൽ വിഷമം കൊണ്ട് ചോദിക്കുന്നുണ്ട്, നീതുവിനെ ഞാൻ സ്നേഹിച്ചത് കൊണ്ടാണ് സുഭാഷ് ചേട്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും അല്ലടാന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിന് വേണ്ടിയിട്ടൊരു പ്രതിവിധി കാണണം, മാത്രമല്ല ആളുകളുടെ വായൊന്നും നമുക്ക് അടച്ചു വെക്കാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട് സുഭാഷ് ചേട്ടാ. ഹരീഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഇനി ഒരിക്കലും അവന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ കൂടി സുഭാഷ് ചേട്ടന് ഭയങ്കര ടെൻഷനും ആദ്യമൊക്കെ ഉണ്ട് ഈ കാര്യത്തെ ആലോചിച്ചിട്ട്. എന്തായാലും ഇനി കഥയിൽ എന്തൊക്കെയോ ട്വിസ്റ്റുകൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം. ബൈ.